മനുഷ്യൻ ദൈവമാവുന്ന കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് കണ്ടക്ടർ അർഷാദിന്റെ രൂപത്തിലാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. മനുഷ്യൻ ദൈവമാവുന്ന കണ്ടിട്ടുണ്ടോ? നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആരും നമ്മെ സഹായിക്കുന്നു, അവരെ നമ്മൾ ദൈവങ്ങളെ പോലെ കാണാറുണ്ട്. ചിലപ്പോൾ മാലാഖമാരായി കാണാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് അർഷാദിന്റെ രൂപത്തിലാണ്. ഈ അടുത്തായിട്ട് നമ്മുടെ മാവേലിക്കരയ്ക്ക് അടുത്ത് കൊച്ചാലമ്മൂട് ഒരു സ്ത്രീ കുഴഞ്ഞു വീഴുകയും കറക്റ്റ് സമയത്ത് അതിലെത്തിയ അനിഴം ബസിന്റെ ഡ്രൈവർ അർഷാദ് അത് കാണുകയും അദ്ദേഹം ബസ് നിർത്തി ഓടിച്ചെന്ന ആ സ്ത്രീയെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച ആ അർഷാദിന്റെ കഥകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പല വീഡിയോ കൂടി ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും അർഷാദിന് നേരിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പൊ നമ്മുടെ അനിലും ബസ് വരുന്നുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ബസിന്റെ അകത്ത് കയറിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ അനിലും ബസ്. ഇതാ നമ്മുടെ ബസ്സിന്റെ ഡ്രൈവർ ഇക്ക അവിടെയുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇക്കനോട് തന്നെ ചോദിക്കാം. ബസ് ഇപ്പൊ ഓട്ടത്തിലാണ്. ഇപ്പൊ തന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. ഹായ്, നമസ്കാരം. പേരത് സുരേഷ്. ഓക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു. വീഡിയോസ് ഒക്കെ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ അർഷാദിക്ക് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്തിയിട്ട് ബാക്കി സംസാരിക്കാം. അപ്പൊ അതേ നമ്മൾ ബസ്സൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അർഷാദിക്ക, നമസ്കാരം. ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ? വൈകുന്നേരത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ടൊന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ച് ഒതുക്കുമ്പോഴാണ് ഞങ്ങളുടെ വരുന്നല്ലേ. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. വലിയൊരു കാര്യം മനസ്സിലാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ അതെന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ നമ്മൾ ഈ പോകുന്ന ട്രിപ്പ് ഹരിപ്പാട് വരും. കൊച്ചാലപ്പൂട്ടി വണ്ടി എടുത്ത് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഇപ്പോഴത്തെ ഒരു കൊടിക്കുഞ്ഞ് വരുന്ന കരയുന്നു. എക്സിസ്റ്റ് നോക്കിയപ്പോൾ എന്താ റോഡിൽ കിടക്കുന്നത്. അപ്പോൾ അവരെ നോക്കിയപ്പോഴത്തേക്കും ഫിക്സ് വന്ന പോലെ അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കമ്പി പോലെ വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ അവിടെ ചന്തയൊക്കെ അതിലോട്ട് കൊടുത്ത് ഇതും കൊടുക്കാൻ പറ്റും. അടുത്തേക്കും നമ്മൾ വെള്ളം എടുത്തോണ്ട് ചെന്നപ്പോഴത്തേക്കും 2 വണ്ടിക്ക് കൈ കാണിച്ചു കൊണ്ടുപോകാൻ തുറന്ന പറ്റത്തില്ല, കൊണ്ടുകൂട്ടിയ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാൽ സുരേഷനും പറഞ്ഞ് ആൾക്കാരും നമുക്കെന്നെ കൊണ്ടുപോകാൻ വണ്ടി കയറ്റി നമുക്ക് തന്നെ കൊണ്ടുപോകാം. നമ്മുടെ വണ്ടി കയറ്റി നേരെ മാലിക്കര ആശുപത്രിയിൽ അവിടെ കറക്റ്റ് ടൈമിൽ എത്തിച്ച് പിന്നെ അവിടുന്ന് പിന്നെ അവരുടെ ആൾക്കാർ ബന്ധുക്കാരൊക്കെ വന്ന് റിലേറ്റീവ്സ് വന്നിട്ട് നേരെ നമ്മുടെ സഞ്ജീവി ഹോസ്പിറ്റലിലോട്ട് പിന്നെ മാറ്റി വരും. നമ്മളെ തിരക്കിപ്പോൾ പിന്നെ ഒരു 3 ആഴ്ചത്തെ റെസ്റ്റ് ഒക്കെ വേണം ചേച്ചിക്ക്. പിന്നെ പറഞ്ഞേരം കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് എന്തോരം പ്രായം ഉണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഒരു അങ്ങനെ വലിയൊരു 1.5-2 വയസ്സ് കാണത്തും. അത്രേ ഉള്ളൂ. ഒരാൾ ഒരു 4-ലോ 3-ലോ പഠിക്കുന്ന ഒരു പ്രായം. ശരിക്കും നിങ്ങൾ വണ്ടി നിർത്തി ഓടി ചെല്ലുമ്പോഴും ആ ഒരു ഫിക്സ് വന്ന സ്റ്റേജിൽ തന്നെ ഇറക്കിയായിരുന്നു. ആരും ഒന്ന് കയ്യിലിരിപ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാവരും വെള്ളവും ഇതൊക്കെ വേണ്ടി ഓടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ആ ടൈമിൽ അല്ലേ. ഫിക്സ് വന്നു നോക്കിയപ്പോൾ കമ്പി ഒരു കിടപ്പുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു കമ്പി, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ശരിക്കും ആ ടൈമിൽ വണ്ടിയിൽ യാത്രക്കാരുണ്ടായിരുന്നു. നമുക്ക് റൂട്ട് കറക്റ്റ് ആയിട്ട് ഓടണം. ആ സാധനങ്ങളെല്ലാം ആ സെക്കൻഡിൽ മറന്നു. പിന്നെ നമ്മളൊരു എന്താ പറയാ, ഇപ്പോൾ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടപ്പിറപ്പോ ആരായാലും നമ്മുടെ ആ അവസ്ഥ അവിടെ കിടക്കുന്നതന്നെ നമ്മൾ നോക്കിക്കത്തില്ല. നമ്മൾ ചെല്ലാന്നുള്ളൂ. എട്ടവെന്നല്ലോ നമ്മൾ നോക്കുന്നത്. അതെ, ഒരാളുടെ ജീവനാണ് നമ്മൾ നോക്കുന്നത്. ട്രിപ്പ് കിട്ടി ഓണറെ വിളിച്ചപ്പം ട്രിപ്പ് കിട്ടിയത് കുഴപ്പമില്ലടാ, ട്രിപ്പ് കിട്ടിയാലും കുഴപ്പമില്ല, നമുക്കൊരാളെ രക്ഷിക്കാൻ പറ്റിയില്ല. നമുക്ക് നാളെ ആയാലും ഉണ്ടാക്കാം. നമുക്കൊരു മനുഷ്യന്റെ ജീവൻ നല്ലത്, വലിയ കാര്യം. വളരെ ഇപ്പോൾ മനുഷ്യത്വം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. പല ആളുകളും അത് അന്യം നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവൃത്തി തികച്ചും മാതൃകയാണ്. മറ്റുള്ളവർ അനുകരിക്കേണ്ട അത്തരം ഫീൽഡുകളിൽ ചില ആളുകൾക്ക് ചില ചീത്തപ്പേരുകളുണ്ട്. ആ ചീത്തപ്പേര് മാറ്റുന്നതിന് വേണ്ടി മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കർമ്മമാണ്. അതായത് മനുഷ്യ ജീവനെ സംരക്ഷിക്കുക, അതിന് ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിന് മാതൃകയാണ് എല്ലാ ഡ്രൈവറും പൊതുസമൂഹത്തിന് മാതൃകയായ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അത് എല്ലാ മേഖലയിലുള്ളവർ അത് മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ശരിക്കും എത്ര വർഷമായി ഇപ്പോൾ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട്? ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമാവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് കിളിയായിരുന്നു. കിളിയിൽ പിന്നെ കണ്ടക്ടറായി. പ്രൊമോഷൻ കിട്ടി വരികയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ,
ആ. വൈഫ് കുഞ്ഞ് ശരിക്കും പേര് ഫുൾ നെയിം എന്താ? മുഹമ്മദ് അർഷാദ്. മുഹമ്മദ് അർഷാദ്. ഓക്കെ. അപ്പൊ ഇവരെല്ലാവരും കുഞ്ഞിന് എത്ര വയസ്സായി? 1.5 വയസ്സ് കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞിനെയൊക്കെയാണ് ആ സമയത്ത് മനസ്സിൽ വരുന്നത്. അല്ല കാരണം ഇങ്ങനത്തെ പല പ്രതിസന്ധി കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു വരുന്നത്. നമ്മള് കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അതുപോലെ ചെയ്യുന്നത്. അപ്പൊ അവൻ നമ്മൾ നോക്കുമ്പോൾ അമ്മയെ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പം മറ്റുള്ളവരെ കണ്ടാലും നമുക്ക് ആ ഒരു ചിന്ത തന്നെ വരുന്നു. ബസ്സിൽ നിന്ന് അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ഇറക്കി കഴിഞ്ഞ പാടെ നമ്മൾ ഇതിനെ ബസ് എടുത്തു. അപ്പോഴത്തേക്കും ഒരാള് കുഴപ്പമില്ല ഞങ്ങളിവിടെ എന്ന് പറഞ്ഞു. ആ. നമ്മൾ പിന്നെ തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന 2 പിള്ളേർ ഞങ്ങളുടെ ഈ വണ്ടി പോയി. അവരുടെയൊക്കെ ചോദിച്ചു എങ്ങനെയാണോ പറഞ്ഞ് 3 ആഴ്ചത്തെ റെസ്റ്റ് വേണം ചേച്ചിക്ക്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം സന്തോഷവും അല്ലേ? നമ്മളൊരു കാര്യം നല്ല വലിയൊരു കാര്യം തന്നെ ചെയ്തത്. കാരണം ആ സമയത്ത് അതുവഴി പാസ് ചെയ്തു പോയ വണ്ടിക്കാരൊന്നും നിർത്തിയില്ല. ഒരു പുള്ളിക്കാരനോട് ചോദിച്ചു ഒമിനി വന്നു. ഒമിനിക്കകത്തോട് ചോദിച്ചു അണ്ണാ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഓൺ ഡ്യൂട്ടിയില്ല പറ്റത്തില്ല മോനെ. പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒരു ഈ അവസ്ഥ കണ്ടിട്ടും അവർ നിർത്തിയില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതെ. നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലെ എന്തെങ്കിലും രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടോ ലൈഫിൽ? ഞാൻ ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവറായിരുന്നു. അപ്പൊ എന്തായാലും ജീവന്റെ വില എന്താന്ന് നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ്. കൊറോണ സമയത്ത് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലായിരുന്നു. ആ കൊറോണ സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവർമാരെ ആരും അടുപ്പിക്കാത്തൊരു സമയമായിരുന്നു. എല്ലായിടത്തും ഒറ്റപ്പെടുത്തിയൊരു സമയമായിരുന്നു. അത് ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും എന്ന് പറഞ്ഞാല് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ചില സമയത്ത് പറയും വേണ്ട കുഞ്ഞുള്ള വീട്ടിലെ ഇപ്പം ചേച്ചിയും കുഞ്ഞൊക്കെ ഉണ്ട്. പറയും വേണ്ട നീ വീട്ടിലോട്ട് വരണ്ട അവിടെ തന്നെ തിന്നോ. എന്തേലും ഒരു ചെറിയ കേസ് പറയാൻ പറ്റത്തില്ല. എന്തേലും ഒന്ന് ആയിക്കഴിഞ്ഞാലും നമുക്ക് സ്വന്തം വീട്ടില് കുഞ്ഞിനെ പോലും കാണാൻ പറ്റാതെ എല്ലായിടത്തും പിന്നെ അതുപോലെ നമുക്ക് ഇപ്പൊ എന്നും കാണുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഗ്യാപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ ഇടയ്ക്ക് ഞാൻ തമിഴ്നാട് പോയിട്ട് വന്ന് പിന്നെ 28 ദിവസം ഞാൻ ക്വാറന്റൈൻ ഇരിക്കേണ്ടത്. വീട്ടിൽ വന്ന പാടെ പറഞ്ഞാൽ ക്വാറന്റൈൻ പൊക്കോളാൻ പോകും. ശരി. നമുക്കൊരു പ്രശ്നമില്ല, പക്ഷെ ഇതിനെ പറ്റത്തുള്ളൂ. ഉയരുന്നേ വെച്ചോളൂ. അതെ സത്യം. ഈ ആംബുലൻസ് ഓടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരാളുടെ പോലത്തെ ഒരു മനക്കെട്ടിയൊന്നും പോരാ. കാരണം ആ വണ്ടിക്കകത്തിരിക്കുന്ന ആ ഒരു പേഷ്യന്റിന്റെ അപ്പുറം നിങ്ങളുടെ ജീവനും നിങ്ങൾ കയ്യെ പിടിച്ചുകൊണ്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ നോക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അകത്ത് കിടക്കുന്ന അത് എങ്ങനെയായാലും എത്തിക്കണം. ഒരു ആപത്തും കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വെച്ചിട്ടാണ് ഈ പോകുന്നത്. എന്നിട്ടും പലരും വണ്ടിയുടെ വട്ടം വെച്ച് ചീത്ത വിളിക്കാറൊക്കെ ഇല്ലേ? സൈഡ് കൊടുക്കാതെ എത്രയോ പേരുണ്ട് ആംബുലൻസിന്. അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് അനുഭവം വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും വലുതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഇടയ്ക്ക് നമ്മൾ FB തുറന്നതിനെ കാണാം ആംബുലൻസ് പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് വട്ട വിടുന്നതും ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ പരിപാടി ഇതിനൊക്കെ കാണിക്കുന്നത്. അകത്ത് കിടക്കുന്നത് അവൻ്റെ ഒരു ബന്ധുവാണോ പോലും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ. അതെ തീർച്ചയായും. എന്തായാലും ബിഗ് സല്യൂട്ട് മാൻ. എന്തായാലും ഇതിനെത്ര പ്രോത്സാഹനം തന്നാലും മതിയാവില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ്. ഇപ്പം എന്തായാലും നമ്മൾ ഇപ്പം മലയാളികളല്ല, ഇത് ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇതേപോലത്തെ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെ ആശംസയും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ചെയ്തതിനൊക്കെ കേട്ടോ. നിങ്ങളുടെ മുതലാളികളുടെ പേരെന്താ? ഗിരീഷ്. അപ്പോൾ ഗിരീഷേട്ടന് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. അപ്പോൾ ഈ ട്രിപ്പ് മുടക്കുന്നതല്ല, ജീവനാണ് നമ്മൾ വില കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയേക്കുന്ന ഗിരീഷേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം? എന്തെങ്കിലും സ്വന്തമായി വേണം എന്നൊരു ആഗ്രഹമുണ്ടോ? ഒരു ബസ് വേണമെന്നാണ്. ആ ബസ് മേടിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബസ് മേടിക്കാൻ പറ്റട്ടെ. അർഹതപ്പെട്ടവരുടെ കയ്യിൽ നിങ്ങൾ എത്തിയിരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾ ആൾക്കാർ കാണാതിരിക്കില്ല കേട്ടോ. ഓക്കെ ഹർഷാക്ക, താങ്ക് യു സോ മച്ച്.